പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുൻപെങ്ങുമില്ലാത്ത വിധം കലുഷിതമായ ഒരു യുദ്ധമുഖത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാക്കുകയും മേഖലയിൽ ഒരു മഹായുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയും ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തിറങ്ങി കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ മുഴുവൻ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഈ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയിൽ വളരെ തന്ത്രപരമായ നയതന്ത്ര ചീട്ടുകളാണ് മോസ്കോ ഇപ്പോൾ ഇറക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികളിലൊന്നായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ എടുത്ത പുതിയ നിലപാടുകൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിക്കുകയാണ്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതീവ നിർണായകമായ ഈ സംഭാഷണത്തിൽ തങ്ങളുടെ മണ്ണ് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ഉറപ്പാണ് റഷ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്നാണ് ഇത്തരമൊരു പ്രസ്താവന വരുന്നത് എന്നത് വാഷിംഗ്ടണിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ ഫോൺ കോളിന് പിന്നിൽ വേട്ടയാടുന്ന കൃത്യമായ ചില ഭയങ്ങളും യാഥാർത്ഥ്യങ്ങളുമുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങളിൽ യുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാമ്പത്തിക മേഖലയ്ക്കും വലിയ രീതിയിലുള്ള പരിക്കുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ വ്യവസായ കേന്ദ്രങ്ങൾക്കും എണ്ണപ്പാടങ്ങൾക്കും മേൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയും ഒരു ശക്തമായ സൈനിക നടപടി ഉണ്ടായാൽ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കുമെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുത്ത ആക്രമണ പരമ്പരകൾക്ക് ഒരു അറുതി വരുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇറാൻ തങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഈ ഭീഷണിയെ ചെറുക്കാൻ അമേരിക്കയുടെ സൈനിക ശക്തിയേക്കാൾ കൂടുതൽ ഇന്ന് വിശ്വസിക്കുന്നത് വ്ളാഡിമിർ പുടിന്റെ നയതന്ത്ര സ്വാധീനത്തെയാണ്. കാരണം ഇറാനുമായി അടുത്ത പ്രതിരോധ വ്യാപാര ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില ആഗോള ശക്തികളിലൊന്നാണ് റഷ്യ. ഈ വലിയ ആശങ്ക മനസ്സിലാക്കിയ പുടിൻ ഇറാനുമായുള്ള ബന്ധം ഉപയോഗിച്ച് വേണ്ടി ടെഹ്റാനിൽ ഒരു നേരിട്ടുള്ള നയതന്ത്ര ഇടനിലക്കാരനായി പ്രവർത്തിക്കാമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഒരിക്കലും ഇറാന്റെ ശത്രുവല്ല എന്ന സന്ദേശം കൃത്യമായി ഇറാന്റെ പരമോന്നത നേതാക്കളുടെ അടുക്കൽ എത്തിക്കാമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ്ടണിൽ നിന്നും പെന്റഗണിൽ നിന്നും യുദ്ധത്തിന്റെ കൊട്ടപ്പാടുകൾ മാത്രം ഉയരുമ്പോൾ മോസ്കോ സമാധാനത്തിന്റെ ഒരു പുതിയ വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം കൊണ്ട് ഒരു പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയില്ലെന്നും മറിച്ച് ചർച്ചകളിലൂടെ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുമെന്നും റഷ്യ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ഈ നീക്കത്തിലൂടെ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലുള്ള സ്വാധീനത്തിന് വലിയൊരു തിരിച്ചടിയാണ് പുടിൻ നൽകിയിരിക്കുന്നത്. റഷ്യയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണിത്. ഈ പുതിയ നീക്കം പശ്ചിമേഷ്യയിലെ പഴയ സഖ്യ സമവാക്യങ്ങൾ പൂർണ്ണമായും തിരുത്തി എഴുതുന്ന ഒന്നാണ്. വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ചുമതല തങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ സഖ്യകക്ഷിയായ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ഒരു വശത്ത് അമേരിക്കൻ ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും തങ്ങളുടെ സുരക്ഷയ്ക്കായി ക്ക് റഷ്യയെ ആശ്രയിക്കേണ്ടി വരുന്നത് അമേരിക്കൻ നയതന്ത്രത്തിന്റെ പരാജയമായി കണക്കാക്കാം. പശ്ചിമേഷ്യയിലെ ഏത് വലിയ പ്രതിസന്ധിയിലും എല്ലാ പക്ഷത്തോടും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഏക ആഗോള ശക്തി തങ്ങൾ മാത്രമാണെന്ന് വ്ളാഡിമിർ പുടിൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രയേലിന് ലഭിക്കുന്ന അനന്തമായ പിന്തുണയാണ് ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് അകറ്റുന്നത്. ഇസ്രയേലിന്റെ ആക്രമണ സ്വഭാവം തങ്ങളുടെ കൂടി നാശത്തിന് കാരണമാകുമെന്ന് ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ മേഖലയിലെ വൻ ശക്തിയായ ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. തങ്ങളുടെ ആകാശവും ഭൂമിയും ഇറാനെതിരെയുള്ള യുദ്ധത്തിന് അമേരിക്കയ്ക്ക് വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളും രാജ്യത്തിന്റെ സുരക്ഷിതത്വവും മാത്രമാണ് ഇപ്പോൾ പ്രധാനം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ആഗോളതലത്തിൽ അവരുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്ന ഒന്നാണ്. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ മാറ്റി നിർത്താൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ പുടിൻ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റഷ്യയ്ക്കായാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമാധാന പാലകരായി റഷ്യ മാറും. ഇത് വരും വർഷങ്ങളിൽ ഗൾഫ് മേഖലയിലെ റഷ്യൻ സാന്നിധ്യം വളരെ ശക്തമാക്കാൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര ചർച്ചകൾ എങ്ങോട്ട് തിരിയുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പുടിന്റെ ഈ നയതന്ത്ര ഇടപെടൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അമേരിക്കൻ മേധാവിത്വത്തിന്റെ കാലം അവസാനിക്കുകയാണെന്നും റഷ്യ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണെന്നുമുള്ള സൂചനകളാണ് ഈ സംഭവവികാസങ്ങൾ നൽകുന്നത്. വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരിയുടെ രാഷ്ട്രീയ ബുദ്ധിക്ക് മുന്നിൽ വാഷിംഗ്ടൺ ഒരിക്കൽ കൂടി നിഷ്പ്രഭമാകുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.